ഹായ് ഗായ്സ്, ഗലിബ്രോ നോട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തം ബിഗ് ബോസ് മലയാളം സീസൺ 7 സെവൻത് വീക്ക് വിഷനിലേക്കുള്ള വാശേറി വോട്ടുപരാടമാണ് ഇന്നലെ രാത്രിയോട് ഹോട്ട്സ്റ്റാറിൽ അവസാനിച്ചിരിക്കുന്നത്. നമ്മളൊരു ഫൈനൽ അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിലുണ്ടായിരുന്നത് 9 മത്സരാർത്ഥികളാണ്. ഈ 9 മത്സരാർത്ഥികളിൽ നിന്ന് ഒരു മത്സരാർത്ഥിയാകും ഇത്തവണ പുറത്തു പോകുന്നത്. അതെന്തായാലും ഇന്ന് ലാലേട്ടൻ്റെ ഷൂട്ട് കഴിഞ്ഞാലുടൻ തന്നെ വ്യക്തമായ വിവരം ലഭിക്കുമ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഏതായാലും നമ്മുടെ അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസുകളിലെല്ലാം ലാസ്റ്റ് നിൽക്കുന്ന 3 മത്സരാർത്ഥികളെല്ലാം ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് നിൽക്കുന്ന 3 മത്സരാർത്ഥികൾ ഒരു മത്സരാർത്ഥിയാകും പുറത്തു പോകുന്നത്. അതെന്തായാലും ഇന്ന് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വോട്ടിംഗ് അവസാനിച്ചപ്പോൾ 1-ാം പൊസിഷൻ അത് ഷാനവാസാണ് തുടരുന്നത്. ഷാനവാസിൻ്റെ പൊസിഷൻ യാതൊരു മാറ്റമില്ലാണ്ട് തുടരുന്ന മത്സരാർത്ഥിയാണ്. വമ്പിച്ചൊരു മുന്നേറ്റം നടത്തിയ ഒരു മത്സരാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ ഷാനവാസ് 100% സേഫ് ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. 2-ാം പൊസിഷനിൽ വേദലക്ഷ്മിയാണുള്ളത്. ഒരു ഘട്ടത്തിൽ പുറത്തു പോകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു വേദലക്ഷ്മി. എന്നാൽ വോട്ടിൻ്റെ മധ്യത്തിൽ നല്ല രീതിയിലൊരു മുന്നേറ്റം നടത്തി 25,002 വോട്ട് നേടി 2-ാം പൊസിഷനിൽ സുരക്ഷിതമായി തന്നെ തുടരുകയാണ്. 3-ാം പൊസിഷനിൽ നൂറയാണുള്ളത്. നൂറയും 100% സേഫാണ്. ഒരു ഘട്ടത്തിലും പുറത്തു പോകില്ല എന്ന് ഉറപ്പിച്ച് പറയാവുന്ന ഒരു മത്സരാർത്ഥിയായി മാറിയിരിക്കുകയാണ്. 21,609 വോട്ടാണ് വോട്ടിംഗ് അവസാനിച്ചപ്പോൾ നൂറയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ 3-ാം പൊസിഷനിലാണുള്ളത്. 4-ാം പൊസിഷനിൽ ബിന്നിയാണുള്ളത്. ബിന്നി പുറത്തു പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ നമ്മുടെ വോട്ടിംഗ് അവസാനിച്ചപ്പോൾ 17,380 വോട്ട് നേടി താൻ പുറത്തു പോകില്ലെന്ന് ഉറപ്പിച്ച് പറയുന്ന രീതിയിലുള്ള ഒരു പൊസിഷനിലേക്ക് മാറിയിരിക്കുകയാണ്. 5-ാം പൊസിഷനിൽ ആദിലയാണുള്ളത്. ആദിലയ്ക്ക് വോട്ടിങ്ങിൽ നല്ലൊരു കുറവ് കണ്ടുവന്നെങ്കിലും ഇത്തവണ പുറത്തു പോകാൻ തക്ക വിധത്തിലുള്ളൊരു വോട്ടിംഗ് ഇടിവ് സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ 16,460 വോട്ട് നേടി 5-ാം പൊസിഷനിൽ സുരക്ഷിതമായി തുടരുകയാണ്. 6-ാം പൊസിഷനിൽ സാബുമാനാണ്. ഏവരും പുറത്തു പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ ബിഗ് ബോസ് ഹൗസിലെ പ്രകടനത്തെ ആസ്പദമാക്കി സാബുമാന് കുറേ വോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാബുമാൻ സുരക്ഷിതമായി തന്നെ 6-ാം പൊസിഷൻ എന്ന സേഫ് സോണിലേക്ക് മാറിയിരിക്കുകയാണ്. 7-ാം പൊസിഷനിലുള്ളത് ആര്യൻ ഖത്തറിയാണ്. പക്ഷേ ആര്യൻ്റെ വോട്ടിംഗ് ചെറിയൊരു വോട്ടിംഗ് വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നിൽ നിൽക്കുന്ന മത്സരാർത്ഥിയുമായിട്ട്. അതുകൊണ്ട് തന്നെ ആര്യൻ 100% ഡേഞ്ചർ സോണിലാണ്. 16,232 വോട്ടാണ് നേടിയിരിക്കുന്നത്. 8-ാം പൊസിഷനിൽ നെവിനാണുള്ളത്. നെവിനും ഡേഞ്ചർ സോണിലാണ്. കാരണം ലാസ്റ്റ് നിൽക്കുന്ന മത്സരാർത്ഥിയുമായി ഒരു ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അൺഒഫീഷ്യൽ സൈറ്റുകളിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നെവിനും ഡേഞ്ചർ സോണിൽ തന്നെയാണ്. ലാസ്റ്റ് നിൽക്കുന്നത് 9-ാം പൊസിഷനിലുള്ളത് റെന ഫാത്തിമയാണ്. റെന ഫാത്തിമ പുറത്തു പോകാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് കൽപ്പിക്കുന്നത്. ഇപ്പോൾ 16,156 വോട്ടാണ് നേടിയിരിക്കുന്നത്. ഫൈനൽ വോട്ടിംഗ് റിസൾട്ടിൽ പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന മത്സരാർത്ഥികളിൽ ഒരാളാണ് റെന ഫാത്തിമ. ലാസ്റ്റ് നിൽക്കുന്ന 3 പേരിൽ നിന്ന് ഒരു മത്സരാർത്ഥിയാകും ഇത്തവണത്തെ 7th വീക്ക് എവിക്ഷനിൽ പുറത്താകുന്നത്. അതെന്തായാലും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതിനായിട്ട് ചാനൽ സന്ദർശിക്കും.